ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ടിന്റെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് 13ാമത്തെ ചാപ്റ്റർ. കാരണം എന്താണെന്നറിയില്ല, ഒരുപാട് കുട്ടികൾ 13ാമത്തെ ചാപ്റ്റർ ചെയ്യോ 13ാമത്തെ ചാപ്റ്റർ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ അതിന്റെ ഒരു അന്വേഷണം നടത്തി. എന്താന്നുള്ളത് ഒന്നുമല്ല, ഇത് കുറച്ചൊരു ടൈറ്റ് ആണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ പോയ ചാപ്റ്റർ വീണ്ടും വന്നതാണ്. അങ്ങനെയൊക്കെ കുറെ പ്രയാസങ്ങളുണ്ട് ഈ ചാപ്റ്ററിൽ അല്ലേ. പക്ഷേ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. വളരെ റയർ ആയിട്ടുള്ള വളരെ ചെറിയ മാർക്കിനെ ചോദിക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു 4 to 6 ആണ് തോന്നുന്നത്. എന്റെ ഓർമ്മ ശരിയാണ്, 4 മാർക്കിനൊക്കെ ഇതിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് മുൻകാല വർഷങ്ങളിലൊക്കെ പല മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വർഷം ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ തോന്നൂല. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ചോദിച്ചു കൊടുക്കും. അതിൽ നോക്കാം. എ കൺട്രി ടോൺ അപ്പാർട്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കൺട്രിയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിഭജനത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് അല്ലെ. പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ 6 എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങൾ ആ കാര്യത്തിലൊന്നും നോക്കണ്ട. ഇവാലുവേറ്റ് ഹൗ ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അഫക്റ്റഡ് വുമൺ. മക്കളെ, ഇന്ത്യയുടെ പാർട്ടീഷന്റെ സമയത്ത് സ്ത്രീകൾക്ക് അത് എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? സ്ത്രീകൾ അടിപൊളിയായിരുന്നു ആ സമയത്ത്. അതാണ് 4 മാർക്കിന് മാർച്ച് 2018 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 2018 ചോദിച്ചത് ഇങ്ങോട്ട് എടുത്തിട്ടാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 19 ചോദിക്കാം, 20 ചോദിക്കാം. പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വേണ്ടല്ലോ, ഒരു വർഷം ഇട്ടുന്നത് മാത്രം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു, എന്ന് വെച്ചാൽ ബലാത്കാരം ചെയ്യപ്പെട്ടിരുന്നു. അബ്ഡക്റ്റഡ്, സോൾഡ്, വിറ്റിരുന്നു. ഈ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവട ചരക്കായിരുന്നു. ഫോഴ്സ്ഡ് ടു സെറ്റിൽ ഡൗൺ എ ന്യൂ ലൈഫ്. പുതിയ ആൾക്കാരുടെ കൂടെ ഒരു ന്യൂ ലൈഫ് അല്ലെങ്കിൽ പുതിയ ജീവിതം നയിക്കാൻ അവരോട് പറഞ്ഞു. അത് എങ്ങനെ? അപരിചിതരായിട്ടുള്ള ആളുകൾ, വിത്ത് സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ പല സാഹചര്യങ്ങളിൽ നിർബന്ധിതരായിരുന്നു. അതുപോലെ തന്നെ മക്കളെ, അവർ പുതിയ കുടുംബ ബന്ധങ്ങൾ വളർത്തിയിരുന്നു. സ്ത്രീകളുടെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ കാര്യങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നടന്നിരുന്ന പ്രശ്നങ്ങളാണ് മക്കളെ. സമൂഹത്തിന്റെ മാനം, നമുക്കൊരു അഭിമാന പ്രശ്നമില്ല മക്കളെ, അത് കാത്തു സൂക്ഷിക്കാൻ. പ്രിസർവിങ് കമ്മ്യൂണിറ്റി ഹോണർ. മെൻ കിൽഡ് ദെയർ വുമൺ വൈഫ്സ് സിസ്റ്റേഴ്സ്. എടാ, നമുക്ക് ഉണ്ടാവാറില്ലേ പണ്ട് കാലം? ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരു സ്ത്രീകൾ എന്തെങ്കിലും ഒരു റേപ്പ് ചെയ്യപ്പെട്ടാൽ ആ സ്ത്രീക്ക് പുറത്തു പറയാൻ ഒരു അഭിമാന പ്രശ്നം പോലെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ സമൂഹത്തെ ഫേസ് ചെയ്യും? ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്നടിക്കുന്ന സ്ത്രീകളാണ് നമ്മൾ കാണുന്നത് അല്ലേ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബോൾഡായിട്ട് നമ്മൾ വേണം അല്ലേ. അല്ലാതെ ഇനി വേണ്ട, ബസ്സിൽ നിന്നൊരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ റോട്ടിൽ നിന്നൊരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ മറ്റുള്ള സെന്ററുകളിൽ നിന്നും പ്രശ്നമുണ്ടായി, അപ്പൊ ഇനി പറയണ്ട. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം. പക്ഷെ പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടീഷന്റെ സമയത്ത് സ്വന്തം അഭിമാനം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ അവരുടെ സ്ത്രീകളെ, ഭാര്യന്മാരെയും സഹോദരിമാരെയും പെൺമക്കളെയൊക്കെ എന്ത് ചെയ്തിരുന്നു? കൊന്നൊടുക്കി എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വേണ്ട, റേപ്പ് ചെയ്യപ്പെടുന്ന എന്റെ കൺമുന്നിൽ വെച്ച് ഇത് കാണണ്ടെന്ന് വിചാരിച്ച് കൊന്നു എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്ത്രീകളെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ആത്മഹത്യ, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ സ്ത്രീകളുടെ കാര്യങ്ങൾ. പിന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2018 തന്നെ 2 മാർക്കിന് ചോദിച്ചാൽ ഡയറക്റ്റ് ആക്ഷന്റെ പറ്റിയിട്ട് അല്ലെങ്കിൽ നേരിട്ടുള്ള പ്രവർത്തന ദിനത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. മക്കൾ, ആരായിരുന്നു? മുസ്ലിം ലീഗ് ആയിരുന്നു ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ച ആളെ. ആരായിരുന്നു? മുസ്ലിം ലീഗ് ആയിരുന്നു. അന്നത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എന്ത് വേണം? മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനൊക്കെ പിന്നെ വന്നാൽ അറിയില്ലേ, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങൾക്കായിട്ട് മുസ്ലിം ലീഗ് ആചരിച്ച ഒരു സംഭവമായിരുന്നു ഡയറക്റ്റ് ആക്ഷൻ ഡേ. 1946 ഓഗസ്റ്റ് 16, 1946 ഓഗസ്റ്റ് 16 ഈ ദിനമായിട്ട് ആചരിക്കുന്നത്. ആ സമയത്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടന്നത്? കൽക്കട്ടയിലായിരുന്നു ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടന്നത്. മക്കൾ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വർഷം ചോദിച്ചുള്ള ക്യാബിനറ്റ് മിഷനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ. ക്യാബിനറ്റ് മിഷൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ 1946 ലീഗിന്റെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു. ലീഗ് സ്വന്തമായിട്ട് രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് ആ ആവശ്യം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രിട്ടീഷ് ക്യാബിനറ്റ് 3 അംഗ ദൗത്യ സംഘത്തെ എവിടേക്ക് അയച്ചു? നമ്മുടെ ഡൽഹിയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഡൽഹിയിലേക്ക് അയച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? ത്രിതല കോൺഫെഡറേഷൻ ആണ് ക്യാബിനറ്റ് മിഷൻ ശുപാർശ ചെയ്തത്. ഒരു ത്രിതലം, 3 വിഭാഗമായിട്ട്. ഇത് ഈ 3 സംഭവം ഇന്ത്യ ഒറ്റക്കെട്ടായി തുടരണമെന്നായിരുന്നു ആവശ്യം വന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വിദേശകാര്യം, വാർത്താവിനിമയം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ്, പ്രതിരോധം, ഇതൊക്കെ കേന്ദ്രത്തിന് കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ ഒരു കാര്യം വരുമ്പോൾ അങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചു. ഒന്ന്, ഹിന്ദു ഭൂരിപക്ഷ പ്രവിശ്യകൾക്ക് സെക്ഷൻ എ എന്നായിരുന്നു കൊടുത്തത്, സെക്ഷൻ എ. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ ബിയും സി എന്തായിരുന്നു? മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസസ് ഓഫ് നോർത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെ പിന്നെ ഫസ്റ്റ് ടൈം ഒക്കെ എന്തായിരുന്നു? എല്ലാവരും ഇത് അംഗീകരിച്ചു. പക്ഷേ ലാസ്റ്റ് സമയത്തൊന്നും ഇതെന്ത് ചെയ്തില്ല? BC വിഭാഗങ്ങൾ ശക്തമായ സ്ഥാപനങ്ങളായി വികസിച്ചുകൊണ്ട് ഗ്രൂപ്പിംഗ് നിർബന്ധിതമാക്കണമെന്ന് എന്ത് ചെയ്തു? ലീഗ് ആഗ്രഹിച്ചു. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്
ഓക്കെ, ഇന്ത്യ വിഭജനത്തിന്റെ പശ്ചാത്തലം വിലയിരുത്തുക. മക്കളെ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇന്ത്യ വിഭജനത്തിന്റെ ഇവാലുവേറ്റ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ പാർട്ടീഷനെ പറ്റിയിട്ട്. അപ്പൊ പാർട്ടീഷന്റെ സമയത്ത് എന്തൊക്കെയാണ് നടന്നത് മക്കളെ? ഒന്നാഴ്ച പാർട്ടീഷൻ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വയലൻസ്. എടാ ഒരു വയലൻസ് ആയിരുന്നു, അല്ലെങ്കിൽ വയലൻസ് ആയിരുന്നു ഒരു സവിശേഷത. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലലും പിന്നെ അതുപോലെ തന്നെ അക്രമങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്തെ ഏറ്റവും വലിയ സവിശേഷത. 1000 ഓഫ് പീപ്പിൾ വെയർ കില്ഡ്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. സ്വാഭാവികമല്ലേ? ആ സമയത്ത് പാർട്ടീഷന്റെ സമയത്ത് അതിർത്തികളിലൊക്കെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, വർഗീയ കലാപം വരെയാണ്. ഹിന്ദു മുസ്ലിം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുക. ഇന്നമറബിൾ വുമൺ റൈപ്ഡ്. സ്ത്രീകൾ നന്നായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ഡക്റ്റഡ്, മില്യൺസ് വെയർ അപ്രൂട്ടഡ് എന്ന് പറയും. ന്യൂമറസ് പീപ്പിൾ ബിക്കം റെഫ്യൂജീസ്. കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഭയാർത്ഥികളായി മാറി എന്നാണ് പറഞ്ഞത്. അതൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന കാലം. പിന്നെ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ അക്രോസ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞത്. മൈഗ്രേഷൻ പീപ്പിൾ അക്രോസ് ബോർഡേഴ്സ്, അതിർത്തി കടന്നുള്ള ആളുകളുടെ കുടിയേറ്റം നന്നായിരുന്നു. ആളുകൾക്ക് എന്തുണ്ടായി മക്കളെ? ഹോംലെസ്, ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. ലോസ് ഓൾ ദെയർ പ്രോപ്പർട്ടികൾ, സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു. ദേ ലോസ് ദെയർ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. എടാ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് കാലമായി, ചെറുപ്പം മുതലേ ഇവിടെ ഞാൻ ജനിച്ചു വളർന്നെങ്കിൽ ഈ സ്ഥലം വിട്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവില്ല. എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്, എന്റെ ചെറുപ്പകാല ഓർമ്മകളാണ് നഷ്ടപ്പെടുന്നത്. ദേ വെയർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ റിലേറ്റീവ്സ്. അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അവർ സെപ്പറേറ്റ് ആയിപ്പെട്ടു. പീപ്പിൾ വെയർ സ്ട്രിപ്ഡ് ഓഫ് ദെയർ ലോക്കൽ ആൻഡ് റീജിയണൽ കൾച്ചർ. അല്ലെ, അവരുടെ പ്രാദേശിക സംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് അതൊക്കെ ആ സമയത്ത് നടന്നതാണ്. പിന്നെ ഈ ഇതിനെ സംബന്ധത്തെ ഹോളോകാസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ നടത്തിയ ഒരു സംഭവമായിരുന്നു ഹോളോകാസ്റ്റ്. ഒരു കൂട്ടക്കൊലയാണെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിക്കണം. പിന്നെ ഒറിജിൻ ഓഫ് പാകിസ്ഥാൻ ഡിമാൻഡ്, അതൊക്കെ എന്താണ്, പാകിസ്ഥാനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിക്കണം. ഇത്രയാണ് നമ്മുടെ ഷുവർ ആയിട്ട് ചോദിക്കുന്ന 13ാമത്തെ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റി, അല്ലെങ്കിൽ ഷുവറായിട്ട് ചോദിക്കുമെന്ന് തന്നെ പറയാം. പിന്നെ ഇതിലെല്ലാത്തും ചോദിക്കാം. അത് നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്ന് വരുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ലൈവിൽ വരേണ്ടതാണ്. ലൈവിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് തന്നെ വരട്ടെ വരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷയോടുകൂടി. അപ്പോൾ ഹാപ്പി ആയിരിക്കുക, സെറ്റാക്കുക, അടിപൊളിയാക്കി എക്സാം ചെയ്താൽ ബൈ ബൈ ബൈ.